നമസ്കാരം. സജീന വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മൈക്ക് വെച്ചിട്ടില്ല കേട്ടാ. ഞാൻ ഇതിന് മുമ്പ് ഇട്ട 2 വീഡിയോയ്ക്കകത്തും ആ സൗണ്ടിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. കാരണം പറയാം, എൻ്റെ മൈക്ക് ഒരു പ്രാവശ്യം താഴെ വീണു. അതുകൊണ്ടാവാം. കാരണം വോയിസ് ഒരു സ്ഥലത്ത് കിടക്കുന്നത്, നമ്മുടെ ലിപ് മൂവ്മെന്റ് വേറൊരു സ്ഥലത്ത് കിടക്കുന്നത്. എത്രയൊക്കെ കട്ട് ചെയ്ത് പിടിച്ചിട്ടിട്ടും അങ്ങോട്ട് ടാലി ആവുന്നില്ല കേട്ടോ. എങ്ങനെ ടാലി ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ മൈക്ക് ഇല്ലാതെയാണ് പറയുന്നത്. വ്യക്തമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒതുങ്ങി അങ്ങ് പോവുക. വേണ്ട എന്ന് വെച്ച് അങ്ങ് കാണാതെ കേൾക്കാതെ ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നാലും ചിലതൊക്കെ ഇന്ന് ഇത് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സുകൾ തന്നെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങോട്ട് ഇട്ട് തരുവാണ് കേട്ടാ. അപ്പം ഞാൻ ഇന്ന് ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് കണ്ടിട്ട് എൻ്റെ എനിക്ക് ചിരിച്ച് കുളത്തിലും വെള്ളമില്ല, കലത്തിലും വെള്ളമില്ല, കടലിലും വെള്ളമില്ലാത്ത ഒരവസ്ഥയായി. അപ്പം അതെന്തായാലും ആ ഒരു തമാശ നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരു പോസ്റ്റാണ് കേട്ടാ. അത് ഇട്ടിരിക്കുന്ന ആളെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അകത്തമ്മയാണ്. ഇല്ലത്തിനകത്ത് നിന്ന് ആണുങ്ങളെ കാണുമ്പോൾ മുഖം മറച്ചു പോകുന്ന തരത്തിലുള്ള കുറേ ഒരു പണ്ട് പുരാതന കാലത്തുള്ള കുറേ കൊച്ചമ്മ തമ്പുരാട്ടിമാരുണ്ടല്ലോ. പുറത്തോട്ടൊന്നും ഇറങ്ങില്ല, ആണുങ്ങളോടൊന്നും സംസാരിക്കില്ല, അടക്കോ ഒതുക്കോ ആയിട്ടൊക്കെ ഇരുന്ന് മാന്യമായ രീതിയിൽ അവളെ വീട്ടിനകത്ത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിക്കണ്ട് അവളെ കുഞ്ഞുങ്ങളെ മാത്രം വളർത്തി മറ്റുള്ളവരെ പരദൂഷണമൊന്നും പറയാൻ ജീവിക്കുന്ന കുറേ അന്തർജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ പണ്ട് കാലത്ത്. അതിൽ ഈ യുഗത്തിലും അങ്ങനെ ഒരു അന്തർജനം ഉണ്ട്. കാരണം മാന്യമായ രീതിയിൽ അന്തസ്സായ രീതിയിൽ ജീവിക്കുന്ന ഒരു പിഴച്ച ജന്മം. പേര് രേഷ്മ MP. എങ്ങനെ? രേഷ്മ MP. അപ്പോൾ അവൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് അത് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. അപ്പോൾ നമുക്ക് വായിച്ച് റിപ്ലൈ കൊടുത്തു പോകാം. അതല്ലേ അതിൻ്റെ ഒരു ശരി. അതാണ്. അപ്പോൾ പോസ്റ്റ് ഇതാണ്. 7 മണിക്കൂർ കഴിഞ്ഞിട്ടിട്ട് പക്ഷെ അത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ശാലിനി ചേച്ചിയുടെ വായിച്ചു തന്നത്. കണ്ടപ്പോൾ റിയാക്ട് ചെയ്യേണ്ടതാണെന്ന് തോന്നി. റിയാക്ട് ചെയ്യുന്നു. വായിക്കാം. മരിച്ചുപോയ സുധിയുടെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു. സങ്കടം തന്നെ. അയ്യോ, ഈ ഒരു കാര്യം രേണു സുധി കേട്ട അവരുടെ പകുതി അസുഖം പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് സങ്കടം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് രേണു സുധി വെപ്രാളപ്പെട്ട് അങ്ങ് ഒരു പൊടി ആഹാരം പോലും കഴിക്കാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ നിന്റെ ഈ സങ്കടം ഞങ്ങൾ അവിടെ അറിയിക്കാം കേട്ടോ. സങ്കടം തന്നെ. കൂടുതൽ വിഷമം ആ സ്ത്രീ അനുഭവിക്കുന്ന ശാരീരിക വേദനകളെ കുറിച്ചാണ്. പിന്നെ ആ കുഞ്ഞിനെ കുറിച്ച് ഓർത്തു. അയ്യോ എൻ്റെ തമ്പുരാനെ, കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഇവളെയൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? പൂവിട്ട് പൂജിക്കണ്ടേ? വേണം. നമ്മുടെ ഒരു ബന്ധുവിനും ഈ അസുഖം വന്നത് ഞാൻ ഒരു നിമിഷം ഓർക്കുന്നു. അയ്യോ, നിന്റെ ബന്ധുവിനല്ലേടി വന്നത്? എൻ്റെ വാപ്പായ്ക്ക് വന്നിട്ടുണ്ടായിരുന്നടി. അത് നേരിട്ട് കണ്ടവളാണടി ഞാൻ. പക്ഷെ ഇപ്പോഴും അവരുടെ പേരിൽ റീച്ച് കിട്ടാൻ വേണ്ടി അവരെ എടുത്ത് അറിയാവുന്നവർ അടക്കം അവരെ വെച്ച് വീഡിയോ ചെയ്യുന്നു. ദാറ്റ്സ് എ പോയിന്റ്. മനസ്സിലായ? എങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് അവളെ അറിയാവുന്നവർ പോലും അവളെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നീ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്തുണ്ടാ ഉണ്ടാക്കാനാടി? റീച്ചിനല്ലേ അടി? അപ്പം എന്തോ മെസ്സേജ് കൊടുക്കാനാണ് നീ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. ബാക്കി വായിക്കാം. നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു? അയ്യോടാ ഒവേ, നീ ഇപ്പം ഇതെങ്ങനെ നിനക്ക് സാധിച്ചത്? അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടി വീഡിയോ ഇടുന്നവർക്കും സാധിച്ചുകൊണ്ടിരുന്നത്. ഇവരെ ഞാൻ ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ? അതുപോലെ തന്നെ അവർ തെറ്റ് ചെയ്തിട്ട് അതിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അവൾ ചെയ്ത എന്ത് തെറ്റാണടി നീ കണ്ടത്? ഒരെണ്ണം പറയടി. നീ അവൾ തെറ്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് നീ അവരെ വിമർശിച്ചെന്ന് പറഞ്ഞല്ലോ. അല്ലാതെ നിനക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഇൻകത്തിനും വേണ്ടിയിട്ട് അല്ലല്ലേടി പരമനാറി. അപ്പോ അവൾ ചെയ്ത തെറ്റ് കണ്ട് വിമർശിച്ചു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. തെറ്റിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും അവരെ ഇപ്പോൾ വെച്ച് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആൻഡ് അവരുടെ ബന്ധുക്കൾ പോലും അവരെ വീണ്ടും ഉപയോഗിക്കുന്നു. അതിന് നിനക്കെന്താടി നഷ്ടം? നിന്റെ കുഞ്ഞമ്മയുടെ മോളാണ് അവള്. നിനക്ക് ഇത്ര തെണ്ണം വരാൻ? ഓ, നീയൊക്കെ ചെയ്ത് അപ്പൊ നിന്റെ കുറച്ച് ഗ്യാങ് ഉണ്ടല്ലോ, കുറെ ഒരു അമേരിക്കൻ അമ്മായി, കൊഞ്ഞണത്തി, പിന്നെ മറ്റേവള് ഇവളൊക്കെ അവളുമാരൊക്കെ ചെയ്യുന്ന കണക്ക് ചെയ്താലേ നിനക്കൊക്കെ പറ്റൂ. അവൾക്കൊരു പോസിറ്റീവായിട്ട് പറയുന്നതും അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും നിനക്കൊന്നും ദഹിക്കുന്നില്ല. അപ്പൊ വെക്കാം അടുത്തത്. അവർക്ക് രോഗമാണ് എന്നറിഞ്ഞതിൽ പിന്നെ ഞാൻ ഒരു ചെറിയ കാര്യം പോലും അവരെ വെച്ച് വീഡിയോ ചെയ്തിട്ടില്ല. കഷ്ടം, പുണ്യാളത്തി. ഇതാണ് അകത്തമ്മ സ്റ്റൈല്. മനസ്സിലായോ? അപ്പോ ഇതിനു മുമ്പോട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തൊരു വീഡിയോ അടി പന്ന റാസ്കലെ നീയൊക്കെ ചെയ്തിട്ടുള്ളത്? എടി, ഒരു മനുഷ്യ സ്ത്രീയെ നീ ഒരു പെണ്ണാണോടി? ഒരു പെണ്ണാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അവളെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്തുമാത്രം ആഭാസത്തരം, എന്തുമാത്രം ചെറ്റത്തരം പറഞ്ഞ് അവളെ പച്ച ഇറച്ചി വിറ്റ് തിന്ന നീയാണോടി? ആണോടി? അന്തസ്സുണ്ടോടി നിനക്ക്? നിനക്ക് അഭിമാനം എന്ന് പറയുന്നുണ്ടോടി? ഇത്രയും നാളും അവളെ വെച്ച് നെഗറ്റീവ് പറഞ്ഞ് അവളെ വലിച്ചു കീറി നീ നിന്റെ കുറെ കൂട്ടാളികളും കൂടെ ചേർന്ന് അവളെ വെച്ച് തിന്നു കൊഴുത്ത് ഇപ്പൊ അവൾക്ക് ഇങ്ങനെ അസുഖമുണ്ട്. അതുകൊണ്ട് അവളെ കുറിച്ച് വീഡിയോ ഇട്ട നാട്ടുകാർ എന്ത് പറയും എന്ന് പറഞ്ഞ് പ്ലേറ്റ് അടിച്ച് മാറ്റിയിട്ട് പോസിറ്റീവ് രൂപത്തിൽ വീണ്ടും രേണു സുധി കണ്ടന്റുമായിട്ട് വന്നിരിക്കുന്നു. പരമനാറി. ബാക്കി അവരെ വെച്ച് വീഡിയോ ചെയ്യുന്ന അവരുടെ കൂട്ടുകാരി എന്ന സജീന
വെറുപ്പും അറപ്പും തോന്നുന്നു ഇപ്പോൾ. അയ്യോ, നിനക്ക് വെറുപ്പും അറപ്പും എൻ്റെ അടുത്ത് തോന്നാൻ നിന്റെ കെട്ടിയവൻ എൻ്റെ കൂടെ ഇല്ലടി. അയാൾ എവിടെയാണെന്ന് നീ തന്നെ നിന്റെ കൂട്ടുകാരികളുടെ അടുത്തൊക്കെ ഒന്ന് വിളിച്ച് ചോദ്യം. പിന്നെ നിനക്ക് എന്തിനാ എൻ്റെ അടുത്ത് അറപ്പും വെറുപ്പും തോന്നിയാൽ? ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് അറപ്പും വെറുപ്പും എന്നോട് തോന്നേണ്ട കാര്യമില്ല. കാരണം നിന്റെ കെട്ടിയവൻ എൻ്റെ അടുത്തില്ല. പിന്നെ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ന്യൂഡായിട്ട് കിടന്ന് ഡാൻസ് കളിച്ചിട്ടില്ല. എങ്ങനെ നിനക്ക് അറപ്പും വെറുപ്പും ഉണ്ടാക്കാനായിട്ട്? മനസ്സിലായോടി? ഇപ്പം നീ ചെയ്യുന്നതാണ് തീട്ടം തിന്നുന്നതിന് തുല്യമായ കാര്യങ്ങൾ. മനസ്സിലായോ? ഇതുവരെ അവളെക്കുറിച്ച് നെഗറ്റീവ് ഇട്ട് അവളെ ശവം തിന്ന് 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 കൊഴുത്ത് മുറ്റിയിരിക്കുന്ന നീ നിന്റെ കുറെ കൂട്ടാളികളും ഇപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് പറയുമ്പോൾ രേണുസുതി എന്ന കണ്ടന്റ് എടുക്കുന്നത് വളരെ മോശമല്ലേ? ആൾക്കാർ എന്ത് പറയും എന്ന് വിചാരിച്ച് പോസിറ്റീവിലൂടെ കടന്നു വന്നിട്ട് അതിലും റീച്ച് ഉണ്ടാക്കാൻ രേണുസുതിയുടെ കണ്ടന്റ് ഇട്ടിട്ട് ഇപ്പൊ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നിനക്ക് കിട്ടും. നീ കണ്ടായിരുന്നോടി ഞാൻ ലൈവ് പോകുന്നത്? എടി പരമ നാറി, നീ കണ്ടോടി ലൈവ്? നീ കണ്ടോടി? നീ കണ്ടിട്ടാണോടി നീ കുരയ്ക്കുന്നത്? എടി നീ കുരയ്ക്കുന്നത്, എടി കൊടിച്ച് പട്ടി, നീ കുരയ്ക്കുന്നത് നീ എൻ്റെ ഞാൻ ഇട്ട ലൈവ് നീ കണ്ടായിരുന്നോടി? നീ കണ്ടിട്ടാണോടി പറയുന്നത്? എടി ബാക്കി അവരെ വെച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ചെയ്യുന്നത് ഈ സജീന എന്ന സ്ത്രീയാണ്. അയ്യോ, അതൊരു പുതിയ അറിവാണ് കേട്ടാ. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ അത് എന്ത് തരം വീഡിയോകളാണ് ഞാൻ രേണുസുതിക്ക് വേണ്ടി ഇട്ടിട്ടുള്ളതെന്ന്. ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പോലുള്ള പരമനാറികൾ അവൾക്കെതിരെ അലിഗേഷൻസുമായിട്ട് വരുമ്പോൾ അതിനെ എടുത്ത് പൊളിച്ചെടുക്കുക മാത്രമാണ് സജീന ചെയ്തിട്ടുള്ളത്. ആണോടി? നീയൊക്കെ നെഗറ്റീവ് ഇടുമ്പോൾ ഞാൻ പോസിറ്റീവ് ഇടും. അത് ഇനിയും ഇടും. ഇപ്പൊ നീ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, ഇതിന് ഞാൻ റിയാക്ട് ചെയ്യുന്നല്ലോ. അതിന് വേണ്ടിയിട്ടല്ലേ നീ അതിപ്പോ ചെയ്തത്? കാരണം രേണുസുതിക്ക് ഇങ്ങനെ ഒരു അസുഖമാണ്, ഇനി വീഡിയോ ചെയ്യുന്നത് മോശമാണ്. പക്ഷെ രേണുസുതി എന്ന കണ്ടന്റ് വിടാനും പറ്റത്തില്ല. ഞാൻ ചെയ്യുവടി, അന്തസ്സായിട്ടും അഭിമാനമായിട്ടും ഇനിയും ചെയ്യും. ഞാനത് നിർത്തിയതാ, വേണ്ട എന്ന് വെച്ചൊഴിഞ്ഞ. പക്ഷെ ഇല്ല, ഞാൻ ഇനിയും അവർക്കെതിരെ എന്ത് പ്രശ്നം വന്നാലും ഇനി ആര് വീടിട്ടാലും ഞാൻ അതിനെതിരെ പ്രതികരിച്ച് ഇവിടെ തന്നെ കാണും. കേട്ടല്ലോ? ഇനി അവരുടെ രോഗത്തെ വെച്ച് ലൈവ് വരെ ഇടുന്ന ഇവരോട് ശരിക്കും വെറുപ്പ് തോന്നുന്നു. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വർഗം. എടി പരമ നാറി, ലൈവ് പോലെ ഞാൻ നേരത്തെ ചോദിച്ചത്, ഞാൻ ലൈവ് പോകുന്നത് നീ ഒരു അംശമെങ്കിലും നീ കണ്ടായിരുന്നു ആ ലൈവ് എന്താണെന്ന്? നീ കണ്ടോടി പരമ നാറി? എടി നീ കണ്ടായിരുന്നു ആ ലൈവ് എന്തായിരുന്നു, ഏതായിരുന്നു? നീ കണ്ടോടി? എടി അവളെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. രേണുവിനെ നേരിട്ട് വന്ന് കാണാൻ കഴിയാത്തത്ര ദൂരെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ രേണുസുതിയുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അവളെ ചങ്കിലെടുത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ രേണുസുതിയുടെ വീട്ടിലോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അവളെ ഒന്ന് കാണണം, അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞതിന് എന്താടി നീയൊക്കെ തെറ്റ് കാണുന്നത്? എടി പരമ നാറി, എടി പോട്ടടി. നീ ആ ലൈവ് കണ്ടിട്ടാണ് നീ കുരയ്ക്കുന്നതെങ്കിലും ഒരു അന്തസ്സം ഉണ്ടായിരുന്നല്ലോ ഡി. എടി ആ ലൈവ് വന്ന് ഒരു 400 പേര് വന്നു കേട്ടോ. 5 മിനിറ്റ് പോലും ഇല്ലാത്ത ഒരു ലൈവില് രേണുസുതിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം അത്ര ആൾക്കാർ ആ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് രേണുസുതിയെ കൊണ്ട് ഒരു ഹായ് മാത്രമേ പറയിപ്പിച്ചുള്ളൂ. മനസ്സിലായ? അത് രേണുസുതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ല നിന്നെ പോലെ ഇറച്ചി തിന്നുന്ന പരമം നാറി ചെറ്റകൾക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു കേട്ടോടി. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, അല്ലാതെ രസീത് ഇട്ട് മറ്റുള്ളവരെ കാണിച്ചല്ലടി. ഇടുവടി ഇടാനാണെങ്കിൽ നീയൊക്കെ ചിന്തിക്കുന്നതിലപ്പുറം രസീതാണടി എനിക്ക് പിന്നെ വാട്സപ്പിൽ വന്ന് മറിഞ്ഞു കിടക്കുന്നത്. രേണുസുതിക്ക് വേണ്ടി ചെയ്ത രസീതുകൾ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഓരോ സ്ഥലത്ത് പോയി നേർച്ചയും വഴിപാടും നെയ്വിളക്കും രക്താഭിഷേകവും പുഷ്പാഞ്ജലി അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ചെയ്ത രസീത് എൻ്റെ വാട്സപ്പിൽ കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്. ഞാനത് പോസ്റ്റ് ഇട്ടത് ഞാൻ ചെയ്ത രസീതല്ല, ഞാൻ ചെയ്തതാണ് ഇട്ടെങ്കിൽ പറയാമോ അവളും അങ്ങനെ ചെയ്തിട്ടതാണ്ട് പോസ്റ്റ് എല്ലാവരും അറിയിച്ചത്. പക്ഷെ ഞാൻ ഇട്ട രസീതേ അവളെ സ്നേഹിക്കുന്ന, അവളെ ചങ്കിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫാമിലി ചെയ്ത ഒരു അർച്ചനയുടെ രസീതാണ് ഞാൻ ഇട്ടത്. ഞാൻ ചെയ്ത അല്ലടി പരമ നാറി കേട്ടോടി. അത് ഇടുമ്പോൾ അവർ ചെയ്തത് അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, രേണുസുതിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതാണ് വേണ്ടുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം അത് മറ്റുള്ളവരെ കൂടി അറിയിച്ച് രേണുവിനും അത് വളരെ സന്തോഷമാണ്. ഞാൻ രേണുസുതിക്ക് എൻ്റെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വാട്സപ്പിൽ ഇനിയും തുരാ കിടപ്പുണ്ട്, ഒരുപാട് കിടപ്പുണ്ട്. അർച്ചന നടത്തിയതിൻ്റെയും പിന്നെ എന്തോ നെയ്വിളക്ക് ചെയ്തതിൻ്റെയും എന്തോ ചുറ്റമ്പലത്തിന് ചുറ്റും എന്തോ പറയുന്ന ഈ വിളക്ക്, അങ്ങനെ ഒരുപാട് നേർച്ചകൾ ചെയ്ത രസീതുണ്ടടി. ഇനിയും ഇടണമെന്ന് തോന്നിയാൽ ഞാനിടും. നീ ആരാടി തെണ്ടി? നീ ആരാണടി തെണ്ടിച്ചി ശവന്തീനി കഴുക? നീക്ക് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടി പരമ നാറി? ഏടി നാണോ മാനോ ഇല്ലാത്ത ചെറ്റേ. ഇത്രയും നാളും രേണുസുതിയുടെ ശവം തിന്ന് 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 കൊഴുത്ത നീ ബാക്കിയുള്ളവരെ കയറി ഉണ്ടാക്കാൻ വരണ്ട. അന്നും ഇന്നും എന്നും രേണുസുതിക്ക് സപ്പോർട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട്. അത് നീയൊക്കെ ചെയ്യുമ്പോൾ രേണുവിനെ വെച്ച് അല്ല, ഞാൻ ചെയ്യുമ്പോൾ മാത്രം രേണുവിനെ വെച്ച് തിന്നുന്നു. എടി നീയൊക്കെ ഇടുന്ന നെഗറ്റീവ് വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടടി, പോസിറ്റീവ് കാണാൻ ഒരുത്തികളും ഇല്ലടി. അത് റീച്ചിന് വേണ്ടിയിട്ടല്ലടി. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നിന്നെ പോലെ കൂടെ ചേർന്ന് അവളെ ശവം വലിച്ചു കയറി തിന്നാൻ മതിയായിരുന്നു എനിക്ക്. മനസ്സിലായോടി? എടി പരമ നാറി, എടി പുഴുത്ത ചെറ്റേ, കണ്ണാടി ചെന്ന് നോക്കടി. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പോലും നീ ഒരു അർഹയാണോ എന്ന് കേട്ടോടി. ഇത്രയും നാളും അവളെ വെച്ച് തിന്നോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ അങ്ങ് പുണ്യാളത്തിയായിട്ട് അകത്തമ്മ തമ്പുരാട്ടിയായിട്ട് പുറത്തിറങ്ങി വന്നിരിക്കുന്നു. എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരല്ല നീ കളിക്കുന്ന വേറെ ആൾക്കാരുടെ അടുത്ത് പോയി എൻ്റെ അടുത്ത് കളിക്കാൻ വന്ന നീ വിവരം അറിയും. കൂടെ നിന്ന് മുതലെടുക്കുന്നവരെ മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം. നീ ആരാടി?
നീ ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്? നീ ആരാ? നിന്നെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിന്നെ ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു അസുഖം രേണുസുതിക്ക് വന്നത് കൊണ്ടല്ലേ നീയൊക്കെ അവളെ വിട്ടു വെച്ചിരിക്കുന്നത്. എടി നീ തന്നെ നിന്റെ ചാനലിൽ കയറി നോക്കടി, എത്ര വീഡിയോ ഈ ഇടയ്ക്ക് ഈ അസുഖം വന്നെന്നറിഞ്ഞിട്ട് നീ ഇട്ട വീഡിയോ ഉണ്ടടി അതിനകത്ത്. പോയി നോക്കടി പരമെന്നറിഞ്ഞ്. നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടി, എന്ത് അർഹത ഉണ്ടടി? ഇത്രയും നാണവും മാനവും കെട്ട ഇങ്ങനെ ഉൾട്ടയടിക്കാനും ഇങ്ങനെ രണ്ട് തന്തയുടെ സ്വഭാവം കാണിക്കാനും കഴിയുന്ന നിന്നെയൊക്കെ ബിഗ് സല്യൂട്ടായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇത്രയൊക്കെ അവൾ ഇട്ട് കുരച്ച് അവൾക്ക് പിന്നെ രേണുസുതി വിടാൻ പറ്റാത്തത് കൊണ്ട് എന്നെയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഈ പോസ്റ്റ് ഇട്ടു. അതിന്റെ താഴെ വന്ന കമന്റുകൾ നമുക്കൊന്ന് വായിച്ചാലോ? ഓക്കെ. ശാലിനി സജി, രേണുവിന്റെ എല്ലാ സമയത്തും രേണുവിനോടൊപ്പം നിന്നിട്ടുള്ളത് സജീന തന്നെയാണ്. അവളുടെ ഏത് മോശ സമയത്തും അവൾക്കൊപ്പം നിൽക്കാൻ ഏറ്റവും യോഗ്യത അത് സജീനയ്ക്ക് മാത്രം സ്വന്തം. ഇപ്പോൾ രേണുവിന് സപ്പോർട്ട് കിട്ടുന്നു എന്ന് അറിഞ്ഞിട്ടാണോ ഈ പോസ്റ്റർ വരെ രേണുവിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്? അതിനു മുമ്പ് രേണുവിനെ കുറെ അളിഞ്ഞ വ്ളോഗേഴ്സ് വലിച്ചു കീറിയിട്ടും രേണുവിന് വേണ്ടി സംസാരിക്കാൻ കണ്ടില്ലല്ലോ. ഇപ്പോൾ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേടി? പോരേടി. ഇടി ഞാൻ ഈ തരുന്നതിനെക്കാട്ടി നല്ല കമന്റാണ് അടി നിനക്ക് അതിന്റെ അടിയിൽ വന്ന് കിടക്കുന്നത്. പൊന്നമ്മ രാമേന്ദ്രൻ, എന്തോ നാടി നിന്നെയും നിന്നെപ്പോലുള്ള നാറിയ ബ്ലോഗർമാരും അവളെ വലിച്ചു കീറി കാശുണ്ടാക്കിയപ്പോൾ രേണുവിന്റെ കൂടെ നിന്നത് സജീനയാണ്. നീയൊക്കെ ഇട്ട വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെയൊക്കെ മൂട് താങ്ങികൾ അല്ലാത്തവർക്കറിയാം. ഇപ്പോൾ ഒരു പ്രാർത്ഥനക്കാരി വന്നേക്കുന്നു. അവൾക്ക് രോഗം എന്ന് അറിഞ്ഞതിൽ പിന്നെ ഞാനൊരു ചെറിയ കാര്യം പോലെ അവരെ വെച്ച് വീഡിയോ ചെയ്തിട്ടിരുന്നു. കഷ്ടം തന്നെ. അറിഞ്ഞത് കൊണ്ടല്ലേ? അതിനു മുമ്പ് വലിയ കാര്യങ്ങളെല്ലാം നീ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? നിന്നെ പോലെ ഉള്ളവരെ കാണുമ്പോഴാണ് ഉറപ്പ്. കേട്ടോടി, ഒരു പാവം പെണ്ണ് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. അതിന് കണ്ടന്റ് ആക്കി നീയും ഇതുപോലുള്ള കുറച്ച് നാറികളും കാശുണ്ടാക്കി ഇപ്പോൾ ഒരു സഹതാപം കൊണ്ട് വന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. കമന്റുകൾ മൊത്തവും അവക്കെതിരെയായിട്ടുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ അവർക്കൊന്ന് ഒഴുകുന്ന സഹതാപം. എന്താ രേണുവിനെ വെച്ച് ഇനി മറ്റു നെഗറ്റീവ് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ആരെങ്കിലും ഒന്ന് കയറി പിടിക്കണമല്ലോ. അങ്ങനെ ഓടി വന്നത് എൻ്റെ അടുത്ത്. പക്ഷെ മോളെ കളി മാറിപ്പോയി. മോള് വന്ന വഴി തെറ്റിപ്പോയി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്റെ കാര്യം നോക്കി നീ നിന്നോണം. എനിക്കിഷ്ടമുള്ള വീഡിയോ ഞാൻ ഇടും, ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. ഇനി അങ്ങോട്ട് തുടരെ രേണുവിന്റെ കണ്ടന്റ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. നീ ആരാടി ചോദിക്കാൻ? എടി പരമ നാറി, നിന്റെ കണക്ക് അവളെ കൊത്തി വലിച്ച് ശവം തിന്ന് കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുത്ത് വണ്ണി ചിരിക്കുന്നില്ലടി ഞാൻ. മനസ്സിലായോ? എനിക്ക് നല്ല നെഞ്ചിൽ നല്ല ഉറപ്പുണ്ട്, ഒരു സമാധാന സന്തോഷമുണ്ട്. രേണുവിനെതിരെ ഒരു നെഗറ്റീവ് വീഡിയോ ചെയ്യുന്ന നിനക്കൊക്കെ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ എന്ന്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. മനസ്സിലായോ? നീ നിന്റെ കാര്യം നോക്കിപ്പോ. മേലിൽ എന്നെ ചൊറിയാൻ നീ വരണ്ട. നിനക്ക് ചൊടയാണെങ്കിൽ നീ ഒരു റിപ്ലൈ ഇട്. അതിന് ഞാൻ തരാം മറുപടി. മനസ്സിലായോ? അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇത് കാണാൻ കേൾക്കാൻ ചെയ്തല്ലോ. ഞാൻ അത് ഫുള്ളും വായിച്ചിട്ടുണ്ട് അവിടെ കമന്റ്. മനസ്സിലായ? ഈ നാണം കെട്ട നാറിക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഇപ്പൊ സഹതപിച്ചുകൊണ്ട് വരാനായിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായ? എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഇവർക്കൊക്കെ നാണോ മാനോ എന്ന് പറയുന്നുണ്ടോന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും നാണം കെട്ട രീതിയിൽ എങ്ങനെ ഇവളുമാർക്കൊക്കെ ജീവിക്കാൻ പറ്റുന്നു? കണ്ണടച്ച് തുറക്കുന്നതിനെ വെച്ച് ഉൾട്ട മാറി ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു രേണുവിന്റെ കൈവിടരുത്, രേണുവിന്റെ കണ്ടന്റ് കളയരുത് എന്ന്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കും. ഞാൻ രേണുവിന്റെ കണ്ടന്റ് കളയുന്നില്ല. നെഗറ്റീവായിട്ട് ആരിട്ടാലും അതിന് രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെന്തിട്ടാലും അതിനെതിരെ ഞാൻ പ്രതികരിച്ച് കൂടെ തന്നെ ഉണ്ടാവും. അതിന് എനിക്കിനി എന്തുവാ എനിക്ക് ഇതിൽ കൂടുതൽ വരാനൊന്നുമില്ല. വരാവുന്നതിന്റെ അങ്ങേ അറ്റ എക്സ്ട്രീമിൽ വന്നിരിക്കുവാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇനി എനിക്കൊരു പേടിയില്ല. ചെയ്യേണ്ടുന്ന പോലെ ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായിട്ട് ഒന്ന് രേഖപ്പെടുത്തിക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ്.